ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ പോലീസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്ക് ഇല്ല അവര് 5 ദിവസമായിട്ട് ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു എന്ന് പറഞ്ഞു ഡാൻസ് സ്റ്റാഫിന്റെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ നേരത്തെ ഉണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് അങ്ങനെയല്ല, ഇത് ഉണ്ടായില്ല. വേറെ ഒരാളെ ഡ്രഗ് പെഡലർ അന്വേഷിച്ച് പോയതാണ് അവിടെ ഹോട്ടലിൽ. അയാളെ കേന്ദ്രീകരിച്ചപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്. അതെ യഥാർത്ഥത്തിൽ ഷൈനെ തേടി പോയതല്ല. അല്ല സിനിമാ സെറ്റുകളിലോട്ടൊക്കെ അന്വേഷണം വ്യാപിക്കുന്നതിന് അത് പരിശോധന നേരത്തെ അവരോടൊക്കെ പരിശോധന നടത്തുമായിരുന്നു കണ്ടിട്ട്, പിന്നീട് ഇപ്പോൾ വീണ്ടും പരാതിയിൽ കിട്ടിയിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ വീണ്ടും പരിശോധന നടത്തും. പരാതി കിട്ടിയിട്ടുണ്ടോ സാർ? അല്ല, ഇപ്പൊ കുറെ കംപ്ലൈന്റ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, നോക്കിയിട്ട് അതിന്റെ ഈ നടിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും പരിശോധന നടത്തുന്നുണ്ടോ സാർ? ഇല്ല. നടത്തിയിരുന്നു ഇങ്ങനെ ഈ സിനിമാ സെറ്റിൽ ഈ ഷൈനെതിരെ തന്നെ ഷൈൻ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലും എക്സൈസ് അതിന്റെ പ്രാഥമിക വിവരങ്ങൾ തേടുന്നു പറഞ്ഞു. നമ്മളെന്തെങ്കിലും അന്വേഷണം വല്ലതും നടത്തുന്നു? ഇല്ല നമുക്ക് പരാതി ലോക്കൽ പോലീസാണ് ചെയ്യേണ്ടത്. നടപടിയിൽ പരാതി ഉണ്ടെങ്കിലേ. പരാതി കിട്ടിയാലേ നമുക്ക് അതെ ഇല്ല സിനിമാ സെറ്റുകളിൽ പരിശോധന നടത്താനുള്ള ആലോചന ഉണ്ടല്ലോ. അത് അപ്പോൾ എല്ലാ സ്ഥലത്തും നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നടത്തും. സിനിമ സെറ്റ് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തും. ഇത്തരത്തിൽ പരാതി ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണോ സിനിമ സെറ്റിൽ നിൽക്കുന്നത് അതോ അല്ല, എല്ലാ സ്ഥലത്തും പരിശോധന നടത്തുന്നുണ്ടല്ലോ. ഹോട്ടലിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പബ്ലിക് പ്ലേസും മറ്റു DJ പാർട്ടി അടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് പരിശോധന നടത്താറുണ്ട്. അതെ, അതിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും പരിശോധന നടത്തും. പരാതികൾ കാര്യമായിട്ടുണ്ടോ സാർ സിനിമാ മേഖലയിൽ നിന്ന്? അങ്ങനെ പരാതികൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ സിനിമാ മേഖലയിൽ? ഇല്ല. പിന്നെ നമ്മൾ പരിശോധനയുടെ അടിസ്ഥാനം എന്തായിരുന്നു? ലൊക്കേഷൻ പരിശോധന ഡാൻസ് സ്റ്റാഫിന് കിട്ടിയിട്ടില്ല, മറ്റൊരു സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല. നമുക്ക് ഈ പ്രത്യേകിച്ച് ഡി ഹണ്ടിന്റെ ഭാഗമായിട്ട് കൂടി പരിശോധന നടത്തുകയാണ്. അതെ ഷൈൻ ടോം അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നീട് അയാൾക്ക് വേണ്ടി എന്തെങ്കിലും അന്വേഷണം നടത്തും. അതിലൊരു കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഇപ്പം. സാർ, ഇയാള് അവിടെ കുറെ ദിവസമായിട്ട് താമസിക്കുകയാണോ അല്ലെങ്കിൽ അന്ന് രാവിലെ വന്നാണ്? അന്ന് രാവിലെ മുറി എടുത്താണ്, വെളുപ്പിന് 5:15 മുറി എടുത്താ. ഇയാളെ വന്ന് കണ്ട ആളുകളൊക്കെ അവരെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഉണ്ട്, അറിയാം. ഈ ഡ്രഗ് ഡീലർ നമ്മൾ അന്വേഷിച്ച് പോയി എന്ന് പറഞ്ഞു. അയാൾ ഇയാളായിട്ട് ഇല്ല അയാളെ വന്നിട്ടില്ല അവിടെ മുറിയിൽ. കണക്ഷൻ ഇല്ല അവിടെ വന്നല്ലാതെ മുമ്പ് എന്തെങ്കിലും കണക്ഷൻ? ഇല്ല റെയ്ഡ് വിവരം ചോർന്നതായിട്ട് തോന്നുന്നു. ഇല്ല ചോറിനായിട്ട് തോന്നുന്നില്ല. മുറി പൊട്ടി വിളിച്ചിട്ട് തുറക്കുന്നുണ്ടായില്ല, പലവട്ടം വിളിച്ചിട്ട് തുറന്നു. അപ്പോൾ പോലീസാണെന്ന് സംശയം വന്നിട്ട് പോയതായിരിക്കും. ചോർന്നിട്ടൊന്നുമില്ല ഇവരെ. അല്ല, മേൽഗ്യൂസറായിട്ടില്ല, ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല. അവിടെ നോക്കുന്നത് അവിടെ ചെന്നിട്ടുണ്ടായതാണ്, പരിശോധന നടത്തിയില്ല, അവിടെ ചെന്നിട്ടുണ്ടായതാണ് മനസ്സിലായത്. ശരി. അങ്ങനെ പരാതി കിട്ടിയിട്ടില്ല, മൊഴിയെടുക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല, തൽക്കാലം ഷൈനിന് പുറകെ ഇല്ല എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് സംവിധാനമുള്ളത്. എന്തായാലും ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഷൈൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ തമിഴ്നാട്ടിലേക്ക് കേരളത്തിൽ നിന്ന് പോവുകയായിരുന്നു. ഈ പറഞ്ഞ പരിശോധനയോ അല്ലെങ്കിൽ അറസ്റ്റോ ഒക്കെ പേടിച്ചാണോ, വിൻസിയുടെ മൊഴി അല്ലെങ്കിൽ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരം നീക്കം ഷൈൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ തുടർച്ചയായി മുട്ടിയിട്ട് വാതിൽ തുറന്നില്ല, ഇവിടെ സർവീസ് വേണ്ട എന്നാണ് ഷൈൻ പറയുന്നത്. കാരണം ഹോട്ടൽ നിന്നുള്ള ആരോ ആണെന്ന് വിചാരിച്ചു. പക്ഷേ കൃത്യമായി ഹോട്ടൽ സംവിധാനങ്ങളിൽ നിന്ന് ഷൈന് വിവരം കിട്ടിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനം വിട്ടു, ഇന്നലെ പുലർച്ചെ കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി എന്നാണ് വിവരം. ഇതിനിടെ ഷൈനെതിരെ വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി തിങ്കളാഴ്ച അടിയന്തര യോഗം ചേർന്ന് പരിഗണിക്കുമെന്നാണ് വിവരം. ഷൈനെ താൽക്കാലികമായി സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനാണ് തീരുമാനം. അതേസമയം വിൻസി അലോഷ്യസിൽ നിന്നും വിവരങ്ങൾ തേടാനുള്ള നീക്കം എക്സൈസ് ഉപേക്ഷിച്ചു എന്ന വിവരം കൂടിയുണ്ട്. കാരണം വിൻസിയുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ മറുപടി ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തീരുമാനം.